ബാല്യകാലത്ത് RSS ക്യാമ്പിൽ ലൈംഗിക പീഡനത്തിന് വിധേയനായി എന്ന് കുറിപ്പെഴുതി യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം തുടരുന്നത്. ആത്മഹത്യാക്കുറിപ്പ് ദുരൂഹമെന്നും നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അതിനിടെ RSS പോലീസിൽ പരാതി നൽകി. യുവാവിന്റെ ആത്മഹത്യയിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. RSS ക്യാമ്പിൽ എന്താണ് നടക്കുന്നത് എന്നതിന് ഉദാഹരണമാണ് ഇതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. വിശദാംശങ്ങളുമായി പ്രതിനിധിയുണ്ട്, മേഘന മുരളിയാണ് ചേരുന്നത്. മേഘന, ഇതിൽ ഈ സംഭവം അത് വളരെ ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ആത്മഹത്യ ഉണ്ടായതും പിന്നീട് അതിനുശേഷം ആത്മഹത്യാ കുറിപ്പിലാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായി എന്ന് കരുതുന്ന തരത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങൾ പറയൂ. കൂടുതൽ കാര്യങ്ങൾ മറ്റാർക്കും അറിയില്ല എന്ന് തോന്നുന്നു. അതായത് കുടുംബാംഗങ്ങൾക്കൊന്നും ഇതേക്കുറിച്ചൊന്നും അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ എഴുതി വെക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് എന്നത് പുറം ലോകം അറിഞ്ഞത്, അല്ലേ? തീർച്ചയായും അനുജ, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയുടെ നഗരമധ്യത്തിലെ ഒരു ഹോട്ടൽ മുറിയിൽ അനന്തുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഇതിന്റെ പിന്നാലെ ഈ ആത്മഹത്യാക്കുറിപ്പും അത് തന്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമായി താൻ മരിച്ച ശേഷം കാണാനായി ടൈം സെറ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. അനന്തു മരിച്ച് മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് ഈ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത്. അതിന് പിന്നാലെ വലിയ തരത്തിൽ, കാരണം ആ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോൾ നമുക്കടക്കം വലിയ വേദന ഉണ്ടാക്കുന്ന, കാരണം ആ ഒരു 24-25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, കോട്ടയം സ്വദേശിയാണ്. അതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നതും RSS ക്യാമ്പിനെതിരെ, RSS ശാഖയ്ക്കെതിരെയുള്ള ആരോപണം തന്നെയാണ്. താൻ കുട്ടിക്കാലം മുതൽ, അത് 2-3 വയസ്സ് തൊട്ട് തന്നെ ലൈംഗിക ചൂഷണവും ലൈംഗിക പീഡനവും നേരിടുന്നുണ്ട്. അതിൽ താൻ സജീവ RSS പ്രവർത്തകനാണ്. ഈ RSS ശാഖയിലെ പ്രവർത്തന കാലയളവിലും തനിക്കെതിരെ പീഡനങ്ങൾ, അത് ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സജീവ RSS BJP പ്രവർത്തകനാണ് തന്നെ കഴിഞ്ഞ ഈ കുട്ടിക്കാലത്ത് മുതൽ ഈ ലൈംഗിക ചൂഷണം ചെയ്തത് എന്നുള്ളതാണ് അനന്തുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ, ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അനന്തുവിൻ്റെതായി പറയപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. കൂടാതെ താൻ ഈ ഒരു പ്രശ്നം കൊണ്ട്, അതായത് ഈ ലൈംഗിക ചൂഷണം നേരിടുന്നത് കൊണ്ട് തന്നെ തനിക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ OCD, ട്രോമ, ആൻസൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കൂടാതെ ഒരു നന്ദിക്കുറിപ്പ് കൂടിയായി, കാരണം താൻ ഇതുവരെ വന്ന ഒരു കാലയളവ്, താൻ ജനിച്ചു വളർന്ന സാഹചര്യം, തൻ്റെ വീട്ടുകാർക്കുള്ള നന്ദി, അങ്ങനെ വളരെ വേദനാജനകമായി, അല്ലെങ്കിൽ നമുക്കൊന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ആത്മഹത്യാക്കുറിപ്പുള്ളത്. അതിന് പിന്നാലെയാണ്, ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തമ്പാനൂർ പോലീസ് ഒരു കേസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം തുടർ നടപടികൾ, അതിൽ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പല കാര്യങ്ങളും അനന്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ 2 അക്ഷരങ്ങൾ NM എന്ന് സൂചിപ്പിച്ചാണ് തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത ആളുടെ പേര് അനന്ത് കുറിച്ചു വെച്ചിരിക്കുന്നത്. അത് ആരാണ്? കൂടാതെ ഇത്തരത്തിൽ RSS ശാഖകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? കൂടാതെ ഈ RSS ശാഖയ്ക്കെതിരെ കാര്യത്തെക്കുറിച്ചാണോ അദ്ദേഹത്തിന് ഈ വിഷമം ഉണ്ടായി എന്നതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതോ നിരന്തരം ഇത്തരം പീഡനത്തിന് വിധേയനായി എന്നൊക്കെയാണോ? പണ്ട് കാലത്തുണ്ടായ സംഭവത്തെക്കുറിച്ചാണോ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്? അനുജ, അതിൽ ഒന്നാമത്തെ കാര്യം, ഇതിൽ പല വിഭാഗങ്ങളിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്ന് തനിക്ക് ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അനന്തു പറഞ്ഞു വയ്ക്കുന്നത്. അത് തൻ്റെ ചെറുപ്പകാലം മുതൽ 2 മുതൽ 3 വയസ്സ് വരെയുള്ള സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് RSS ശാഖയിൽ നിന്നല്ല, അത് ഒരു നാട്ടുകാരിൽ നിന്ന് തനിക്ക് മോശമായ അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് ആദ്യമായി അനന്തു പറഞ്ഞു വയ്ക്കുന്നത്. രണ്ടാമതായാണ്, തൻ്റെ യൗവനകാലത്ത് RSS ശാഖയിലെ ഒരു പ്രവർത്തന കാലയളവിൽ തനിക്ക് RSS ശാഖകളിൽ നിന്ന് അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ലൈംഗിക ചൂഷണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ താൻ ഇതൊരു ഉദാഹരണം മാത്രമാണ്, അനന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഉദാഹരണം മാത്രമാണ്, മറിച്ച് പല ആൾക്കാരും RSS ശാഖകളിൽ നിന്ന് പലരും ഇത്തരത്തിൽ ഈ ഒരു ലൈംഗിക ചൂഷണം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അനന്തു ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. കൂടാതെ ഈ തനിക്കുണ്ടായ ബുദ്ധിമുട്ട് അത് താൻ ആരോടും ഇതുവരെ പങ്കുവച്ചിട്ടില്ല എന്ന കാര്യങ്ങളടക്കം അനന്തു പറയുന്നുണ്ട്. കൂടുതലായും പറയുന്നത് കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. കൂടാതെ ഈ RSS ശാഖയിൽ RSSൽ തന്റെ യൗവന കാലയളവിലുണ്ടായ പ്രശ്നങ്ങളുമാണ് പറയുന്നത്. തമ്പാനൂർ പോലീസ് അതേസമയം ഈ കോട്ടയത്തെ ഈ അനന്തുവിന്റെ വീട്ടിലെത്തുകയും മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കുടുംബാംഗങ്ങൾ, വീട്ടുകാർ പറയുന്നത് തങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം അനന്തു മുന്നേ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ വിഷാദ രോഗത്തിന് അനന്തു മരുന്ന് കഴിക്കാറുണ്ട്. ആ കാര്യം കുടുംബാംഗങ്ങൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം അനന്തു അറിയില്ലായിരുന്നു അവർ പറയുന്നത്. അതിനിടെയാണ് ഇതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് RSSന്റെ കോട്ടയം ജില്ലാ നേതൃത്വവും പോലീസിൽ പരാതി നൽകി നിഷ്പക്ഷമായി കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് ആവശ്യം. യൂത്ത് കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയമായി തന്നെ ഡൽഹിയിൽ വലിയ പ്രതിഷേധവും ഉണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.